പത്തരമാറ്റിൻ്റെ ഇനി വരാനുള്ളൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ദേവയാനിയുടെ മുഖം മൂടി വലിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് നയന അങ്ങനെ ആ തീരുമാനമെടുക്കുന്നത്. പക്ഷേ ദേവയാനിക്ക് അത് വല്ലാത്തൊരു അടിയാവുന്നുണ്ട്. നയന ഇത്ര പെട്ടെന്ന് എന്തായാലും അവാർഡ് ചടങ്ങ് വേണ്ടാന്ന് വയ്ക്കുമെന്നുള്ള കാര്യം ദേവയാനി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൻമരിയെ വിളിച്ച് ദേവയാനിനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദേവയാനി ആകെ ടെൻഷനിലാണ്. നയനയുടെ മുന്നിൽ തൻ്റെ ഇമേജ് പോകുമോ എന്നൊക്കെ ആലോചിച്ചൊക്കെ എന്ത് ചെയ്യും, അവളെ കാല് പിടിക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദർശ് ചെന്ന് അമ്മനോട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞാൽ ഒരു പക്ഷേ അവൾ കേൾക്കുകയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവൾ അവാർഡ് മേടിക്കാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അപ്പം പിന്നെ അമ്മയുടെ കൂട്ടുകാരിയും മോളും നാണം കെടേണ്ടി വരും. അല്ലാതെ നയനയ്ക്ക് ഇതിന് മുന്നേ ഇങ്ങനൊരു വാശിയൊന്നും ഉണ്ടായിട്ടില്ല അമ്മേ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇന്നലെ തുടങ്ങി അവൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം അവാർഡ് വേണ്ടാന്ന് പറയുന്നത്. ഇത് തന്നെയല്ല ഒരു അവാർഡും വേണ്ടാന്ന് പറഞ്ഞെങ്കിലും എന്താ ഇങ്ങനെ തീരുമാനിക്കുന്നത്, പിന്നിലുള്ള ലക്ഷ്യം എന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവയാനിയും ആകെ ടെൻഷനിലാണ്. അതെ, അവൾക്ക് സാമർഥ്യമാണ്, അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു അവാർഡ് കിട്ടുമ്പോൾ ഏത് പെൺകുട്ടികളും അത് വാങ്ങാനല്ല നോക്കുക, അത് മറ്റുള്ളവർക്ക് കൊതിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതൊക്കെ പറയുന്നു. പക്ഷേ ആദർശ് പറയുന്നു, ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അമ്മ, അച്ഛൻ പോലും പറഞ്ഞിട്ട് നയന അത് കൂട്ടാക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരു വാശിയുള്ളൊരു കൂട്ടത്തിലൊന്നല്ല അവളെന്നൊക്കെ പറയും. എന്തായാലും ദേവയാനി അങ്ങനെ നയനയുടെ മുന്നിൽ മുട്ടുമടക്കാണ്. കാരണം നയന തീരുമാനിക്കണ്, നയന പറയണ് എനിക്ക് ഈ അവാർഡ് തരണം എന്നുണ്ടെങ്കിൽ അത് ആൻമരിയനെ എന്നെ വിളിച്ച് പറയുന്നത്, അവരെ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് ഈ അവാർഡ് തരണം, ഞാൻ ഈ അവാർഡ് വാങ്ങണം, ഈ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ആൻമരിയെ ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മായും എനിക്ക് അവാർഡ് തരണം എന്ന് പറയും. ഈ അവാർഡ് മൊമെൻറ്റും എൻ്റെ അമ്മായിമ്മ തന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ആൻമരി ആകെ ഞെട്ടുന്നുണ്ട്. ഇത് ദേവയാനി സമ്മതിക്കാവോ എന്ന് വിചാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ദേവയാനിനെ വിളിച്ച് നയനയുടെ ഡിമാൻഡ് പറയുമ്പോൾ ദേവയാനിക്ക് അത് അംഗീകരിക്കുക അതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാരണം അല്ലെങ്കിൽ എല്ലാം കൊള്ളാമെന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് ദേവയാനി എന്നെ കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ നയന ആ ചടങ്ങിൽ പങ്കെടുക്കും. വലിയ സന്തോഷത്തോടെ തന്നെ പങ്കെടുത്ത് അവാർഡും സമ്മാനമൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യും. 2 വാക്ക് സംസാരിക്കാൻ പറയുമ്പോഴാണ് നമ്മുടെ നയന പറയുന്നത്, ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അറിഞ്ഞു അമ്മയ്ക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് അമ്മ മനസ്സിലാക്കിയെന്ന് ഞാൻ അറിഞ്ഞ അമ്മേ. ആ അമ്മയ്ക്ക് ആ പെൺകുട്ടിയോട് കടലോളം സ്നേഹം ഉണ്ടെന്നും മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് നയനങ്ങൾ സങ്കടത്തോടെ ദേവയാനിയുടെ മുഖത്ത് നോക്കി പറയുമ്പോഴാണ് ദേവയാനി സർവ്വനിയന്ത്രണവും വിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് നമ്മുടെ നയനനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് തെറ്റ് പറ്റിപ്പോയി മോളെ, നിൻ്റെ മുന്നിൽ ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയുന്നുണ്ട്. നയനനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അങ്ങനെ കരയിന്. നയനയും കരയും, ഇല്ല അമ്മ ഒരിക്കലും തോറ്റിട്ടില്ല, അമ്മ ആരുടെ മുന്നിലും തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ മാല കണിയിച്ച് കവിളിലൊക്കെ നെറ്റിയിലൊക്കെ ഉമ്മ കൊടുത്ത് 2 പേരും കൂടെ സന്തോഷത്തോടെ അവാർഡ് വാങ്ങി ഇറങ്ങുന്ന രംഗമാണ് നമ്മുടെ ആദർശ് കണ്ടുവരുന്നത്. ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് നമ്മുടെ ആദർശ്.